സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുകയാണ്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ ദൈവത്തെ നീ പ്രകീർത്തിക്കണം. ഈ കാര്യത്തിന് വേണ്ടി തന്നെ പ്രകീർത്തിക്കണം. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ തുടർന്ന് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ കടന്നു പോവുകയാണ്. ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശ്രീ മാത്യു പി ഡി ബ്രദറാണ്. ഷാലോമിൻ്റെ ഔട്ട്റീച്ച് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സഹോദരനോട് ചേർന്നുകൊണ്ട് നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തിരുമുമ്പിൽ ഇപ്പോൾ ആയിരിക്കുക. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുകയാണ്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിമോചിപ്പിക്കുവാൻ ഒരു കാരണമാണ് മോശയോട് പറയുക, നീ എൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളെന്നെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും നിരന്തരം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളായി മാറണം. പലതരം എന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശി ഒന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിരന്തരമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം ഒന്ന് പിടിച്ചിട്ട് പറയാം, ദൈവത്തെ ഹൃദയം തുറന്ന് ആദരം തുറന്ന് ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ, നിന്റെ അധരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു, ദൈവം എന്നേക്കുമായി നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയാണ്, ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും വചനമനുസരിച്ച് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന വ്യക്തികൾ, അവൻ്റെ അധരത്തിൽ വചനം നിൽക്കുന്ന വ്യക്തി, അവനെ നോക്കി സ്വർഗം വിളിക്കുകയാണ്, നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, ദൈവം എന്നേക്കുമായി നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മെ അനുഗ്രഹിച്ച ഈ ദൈവത്തിന് നമ്മൾ എന്ത് പറയണം? നന്ദി പറയണം. ഒരുപക്ഷെ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടാകാം. ചിലർ വലിയ ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. ചിലർക്ക് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരുണ്ടാകാം. ചിലർ രോഗത്തിൻ്റെ മുമ്പിൽ തളർന്നു നിൽക്കുന്നവരാകാം. ജീവിതത്തിൽ അനേക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം പറയാണ്, നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരനെന്ന് ദാവീദിലൂടെ അരുളിച്ച ദൈവം. പ്രിയമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ പറയാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വചനം ഇപ്രകാരം പറയുന്നു, നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരനെന്ന് സങ്കീർത്തകൻ പറഞ്ഞത്, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടണ്ട, നിനക്കു സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. ഹല്ലേലൂയ. പലതരത്തിൽ നിന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അഭിസംബോധന ചെയ്യുകയാണ്, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കുക. ആരാധ്യനും ഉന്നതനുമായ ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ വേണ്ടി അവന്റെ സന്നിധിയിൽ കടന്നു വരികയാണ്. യേശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തില് ഓസിയ രാജാവ് മരിച്ച വർഷം യേശയ്യ ജെറുസലേം ദേവാലയത്തിലേക്ക് തകർന്ന ഹൃദയത്തോടെ ഓടിയണയുക. പ്രിയമുള്ളവരെ, അവൻ അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഇതാ ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ജീവിക്കുന്നവനായ ദൈവം
അവന്റെ വസ്ത്രാഞ്ചലം കൊണ്ട് ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. മാലാഖമാർ അവനെ പാടി ആരാധിക്കുകയാണ്. അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം ഭൂമി മുഴുവൻ നിറയുക. ആ ആരാധനയുടെ ശക്തി കൊണ്ട് ദേവാലയം വിറകൊണ്ടു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയ സഹോദര സഹോദരി, നീ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഉന്നതനായ ദൈവത്തെ ആരാധിക്കണം. ആരാധനായ ദൈവം, ഉന്നതനായ ദൈവം, അവന്റെ ആരാധനയോട് നാം ചേർന്ന് നിന്ന് ഹൃദയം കൊണ്ട് ആദരം തുറന്ന് യേശുവിനെ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവന്റെ അത്ഭുതകരമായ മഹത്വത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ, നമ്മുടെ ദേശത്തിന്റെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ മേൽ വ്യാപരിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ ഏക ഉത്തരം ആരാധനയാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ രോഗങ്ങള്, തളർച്ചകള്, ബാധ്യതകള്, ഇവിടെയൊക്കെ ദൈവ തിരുമുമ്പിൽ നാം ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇവിടെ കടന്നു വരും. അതിനാൽ നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. രണ്ട് കരമൊന്ന് നന്നായിട്ട് ഉയർത്തുക. പ്രിയമുള്ളവരെ, യേശയ്യാവ് കണ്ട ഒരു ആരാധന, സ്വർഗത്താൽ നയിക്കപ്പെടുന്ന ഒരു ആരാധന, അതേ ഒരു ആരാധനയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ്. ആദരം തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കുവാൻ, ഹൃദയം ഉണർത്തി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. വെളിപാടിൽ നമ്മൾ കാണുകയാണ്, ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ശബ്ദം പോലെ ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ കാരം ഉയരട്ടെ, ആദരം തുറക്കപ്പെടട്ടെ, ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ചെന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി കർത്താവേ, ആരാധനയെ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്തോടെ നിറയട്ടെ കർത്താവേ. ഈ ആരാധനയോട് ചേർന്ന് എല്ലാവരുടെ മേലും അഭിഷേകം വ്യാപരിക്കും. ദൈവശക്തി കടന്നു വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ അണിയട്ടെ. അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. പാപത്തിന്റെ ശക്തികൾ തകർന്നു വീഴട്ടെ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, പരമപരിശുദ്ധനേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദേവന്മാരിൽ ദേവനായ കർത്താവേ, പരമപരിശുദ്ധനും രാജാതിരാജനുമായ കർത്താവേ, യേശുവേ, കർത്താവേ, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ കർത്താവേ. നിന്റെ ഗ്ലോറി ഇവിടെ നിറയട്ടെ കർത്താവേ. നിന്റെ സാന്നിധ്യം ഇവിടെ നിറയട്ടെ. ആരാധനയിൽ ജെറിക്കോയുടെ മതിലുകൾ തകർന്നതുപോലെ തിന്മയുടെ ശക്തികൾ ആരാധനയിൽ തകർന്നു വീഴട്ടെ. രോഗിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. തകർന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി പരിവർത്തിക്കട്ടെ. എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. യേശുവേ, രണ്ട് കരമുയർത്തി, രണ്ട് കരമുയർത്തി ആദരം തുറന്ന് യേശുവേ യേശുവേ ആരാധിക്കുക. യേശുനാമം, യേശുനാമം, യേശുവിന്റെ നാമം ഇവിടെ വീഴട്ടെ. എല്ലാ ജീവിതങ്ങളിലും യേശുനാമം വീഴട്ടെ. ഹല്ലേലൂയ. സമാധാന രാജാവായ വരണമേ. രക്ഷിക്കുന്ന ദൈവമായ ഇടപെടണമേ. രോഗത്തിന്റെ കെട്ടുകൾ അവർ നഴിക്കണമേ. ശാപപാപ ബന്ധനങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമില്ല. അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷകനില്ല. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർക്കാം. കണ്ണുകൾ അടച്ച് ആരാധ്യനും ഉന്നതനുമായ ദൈവത്തെ കാണാമോ? മാലാഖമാരുടെ അനവരം സ്തുതിയുടെ മുമ്പിൽ മഹത്വത്തോടെ തേജസ്സോടെ വാഴുന്ന കർത്താവിനെ കൺമുമ്പിൽ കാണാം. അതെ, സർവസ്തുതികൾക്കും യോഗ്യനായ
യേശുവിനെ കൺമുമ്പിൽ കാണുക. ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരു ആരാധനയെ ഞങ്ങൾ മാറ്റി. യേശുവേ, യേശുവേ നന്ദി. ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. ചേർന്ന് പാടാമോ? ആരാധ്യനേ എല്ലാവരും ഉന്നതനേ യേശുവേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സ്തുതികൾക്കും സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കൂടി ചേർന്ന് പാടാം. ആരാധ്യനേ, ആരാധ്യനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. എല്ലാവരും ചേർന്ന് പാടുന്നു. ആരാധ്യനേ യേശുവിനെ കണ്ട് ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവിനെ കണ്ടുകൊണ്ട് പാടുകയാണ്. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, യേശുവേ നീ മാത്രമേ. പ്രിയമുള്ളവരെ, ആ കർത്താവിനെ കാണാമോ? അവനോട് ഹൃദയം കൊണ്ടൊന്ന് ചേർന്ന് നിൽക്കുക. എന്റെ സന്തോഷവും എന്റെ ആശയും നീ മാത്രമാണ് യേശുവേ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും പരിശുദ്ധനാകാൻ ആഗ്രഹിക്കുക. എന്റെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അവിടുന്നാണ്. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ കാത്തു സൂക്ഷിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ ഹൃദയ വേദനകളും പകരുക. ഹൃദയത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും സമർപ്പിക്കുക. ജീവിതത്തിന്റെ ഭാരങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതെല്ലാം ഏറ്റെടുക്കുന്ന യേശുവിന് അവന്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് പാടാം. എന്റെ സന്തോഷവും എന്റെ ആശയും യേശുവേ നീ മാത്രമാണ്. യേശുവേ, സന്തോഷവും എന്നാശയും നീ മാത്രമെൻ യേശുവേ. യേശുവേ, നിർമ്മലനാ എന്നാഥനേ സത്യമാമെൻ യേശുവേ. സന്തോഷവും സന്തോഷവും എന്നാശയും എന്നാശയും നീ മാത്രമായ യേശുവേ. മാത്രമെൻ യേശുവേ. നിർമ്മലനാ എന്നാഥനേ സത്യമാമെൻ യേശുവേ. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പാടാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവിനെ കണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടുന്നു. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കർത്താവേ, പ്രിയമുള്ളവരെ, അവന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്താം. എന്റെ യേശുവിന്റെ സന്നയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ രക്ഷിതാവായ കർത്താവിന്റെ സന്നയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സ്തുതികളും ആരാധനയും ഏറ്റെടുക്കുവാൻ യേശുവിനോടൊപ്പം ഞാനായിരിക്കുന്നു ഇവിടത്തോട്ടുണ്ട്. ആ കർത്താവിനെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. യേശുവേ, യേശുവേ,
വീണ്ടും കരങ്ങൾ നെഞ്ചോട് ചേർക്കാം. കർത്താവിനെ നമുക്ക് കൺമുമ്പിൽ കാണുകയാണ്. ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യേ മൂന്നാണികളിൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടവൻ. പ്രിയ സഹോദര സഹോദരി, നിന്റെ ആന്തരിക നേത്രത്തിൽ അവനെന്ന് കാണാമോ? നിനക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവ്, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം നിന്നെ സ്നേഹിച്ച കർത്താവ്. ആ യേശുവിനെ ഒന്ന് കാണുക, ആ യേശുവിനെ ഒന്ന് കാണുക. അവന്റെ മുമ്പിലാണ് പ്രിയരെ നാം നിൽക്കുന്നത്. അവന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. എന്റെ തകർച്ചകളും പരാജയങ്ങളും കുരിശിൽ ഏറ്റെടുത്തവൻ, എന്റെ രോഗത്തെ കുരിശിലേക്ക് ആവാഹിച്ചവൻ, എന്റെ പാപശക്തി എന്നിൽ നിന്ന് വിമോചിച്ചവൻ യേശുവേ, എന്റെ യേശുവേ. ആ കർത്താവിനെ നമുക്ക് കണ്ടുകൊണ്ട് പാടി ആരാധിക്കാം. എൻ പേർക്കായി നീ ക്രൂശിതനായി, സ്നേഹവാനാം യേശുവേ. എൻ പേർ ചൊല്ലി വീണ്ടെടുത്തു, നിൻ മകനാക്കിയതാ. എൻ പേർക്കായി നീ ക്രൂശിതനായവൻ, പാടുന്നു. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. ആദരം തുറന്ന് ശബ്ദമുയർത്തി സർവസ്തുതികൾ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. ആമേൻ, ആമേൻ. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. ചേർന്ന് പാടാം. ആരാധ്യനേ, ഉന്നതനേ, സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, യേശുവേ, നീ മാത്രമേ. ഹല്ലേലൂയ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. യേശുവിനെ കണ്ടുകൊണ്ട് സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, യേശുവേ, നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, യേശുവേ, നീ മാത്രമേ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹൃദയത്തിൽ ആനന്ദിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങളിലേക്ക് ഉയർത്തുക. ഇതാ സർവസ്തുതികളെ സ്വീകരിക്കുവാൻ, നിന്റെ ആരാധന ഏറ്റെടുക്കുവാൻ, നിന്റെ ആരാധന സംപ്രേതനാകുന്ന ദൈവം ഈ രാത്രി നമ്മുടെ അടുത്തേക്ക് കടന്നു വരിക. ആ കർത്താവിനെ കണ്ടുകൊണ്ട് രണ്ട് കരമുയർത്തി യേശുവേ
മഹത്വം, നിന്റെ ഗ്ലോറി ഇവിടെ വെളിപ്പെടുന്നു. താബോറിൽ വെളിപ്പെട്ട മഹത്വം. യേശുവേ, 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 നിന്റെ യേശുവേ. യേശുവേ, യേശുവേ, യേശുവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പരിപൂർണ നിശബ്ദതയിൽ ഒരു നിമിഷം ശാന്തമായി നിൽക്കുക. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത വ്യക്തികളാണ്. വലത് കരമെടുത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരാ നമ്മൾ ഓരോരുത്തരും. ഈ ആരാധനയിൽ വീണ്ടും ആ അഭിഷേകം ഒരിക്കൽ കൂടി ജ്വലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. വലതെടുത്തെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവിടുത്തെ സന്ദർശനത്താൽ അവർ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്നതുപോലെ അവരിൽ അഗ്നി കത്തിപ്പടരും. വലതെഴുത്തെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരാധനയിൽ യേശുവിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ സന്ദർശനത്താൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്, നിന്റെ മേലുള്ള പരിശുദ്ധാത്മ അഭിഷേകം ഒരു വൈക്കോൽ കൂനെ തീപ്പൊരി വിഴുങ്ങുന്നത് പോലെ അഭിഷേകം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കും. വിശ്വസിച്ച് ബോധ്യപ്പെട്ട് വലതെഴുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ ജ്വലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വെളിപാട് അവസാനിക്ക് ഇങ്ങനെയാണ്: കർത്താവേ വേഗം വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജീവിക്കുന്നത് ഒരന്ത്യ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ 2-ാം വരവിന് വേണ്ടി ലോകമൊരു ഈറ്റുനോവിലൂടെ കടന്നു പോകുന്ന ഈ കാലയളവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാ നാം. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കണം. അന്ത്യകാലഘട്ടത്തിന്റെ അഭിഷേകം വീണ്ടും നമ്മൾ കത്തിപ്പടരണം. അന്ത്യകാലഘട്ടത്തിന്റെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ, അന്ത്യകാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരത്ഭുത അഭിഷേക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമ്മുടെ കൂടാരങ്ങളിൽ, മൺകൂടാരങ്ങളിൽ ചിറകടിച്ചിറങ്ങണം. വലതെഴുതെന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മൾ വീണ്ടും പാടി പ്രാർത്ഥിക്കുകയാണ്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്റെ മേലും കൊയ്ത്തുകാല സമയമായി പന്തക്കുസായിൽ ശിഷ്യന്മാർ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീ പോലെ ഇറങ്ങിയ പരിശുദ്ധാത്മാവ്, കൊടുങ്കാറ്റ് പോലെ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭാഷാവരത്തിലൂടെ അഭിഷേകത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് നയിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ മർക്കോസിന്റെ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു മാളിക മുറിയാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം മതി. വിശ്വസിച്ച് വലത് കരുത്തെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ. നമ്മൾ വീണ്ടും പാടി ആരാധിക്കുകയാണ്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് താളത്തിലടിക്കാം. നടന്നിരിക്കുന്നവരൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒരഭിഷേകത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ തീ ഇവിടെ ഇറങ്ങുവാൻ ആഗ്രഹിച്ച് ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആമേൻ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ.
അഭിഷേകം പരസ്പരം നോക്കി പാടിക്കേ. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് അടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ആരാധിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും ഒന്ന് ചേർന്ന് ചലിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി. പ്രിയമുള്ളവരെ, യെസകേൽ പ്രവാചകൻ അസ്ഥിയുടെ നാൾ വരെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ആവാഹിക്കുക. പരിശുദ്ധാത്മാവിൽ അവൻ പ്രവചിച്ചപ്പോൾ ഇതാ അസ്ഥികളുടെ കൂട്ടം പ്രിയമുള്ളവരെ ഒരു മനുഷ്യ സമൂഹമായി ഒരു സൈന്യത്തെ പോലെ ഉയർന്നെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് ഇന്ന് മൃതാവസ്ഥയിൽ കടന്നു പോകുന്ന അനേകരുണ്ടാകാം. ആ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ അധികാരം കൈയാളിയപ്പോ അവന്റെ വചനങ്ങളിലൂടെ ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഒരഭിഷേകം കർത്താവേ, ഒരഭിഷേകത്തിന്റെ അധികാരം എന്റെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ചേർന്ന് പാടാം. അസ്ഥിയുടെ താഴ്വരി, അസ്ഥിയുടെ താഴ്വരയിൽ ആമേൻ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ചേർന്ന് പാടി. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. കരങ്ങളുയർത്തിയടിച്ച് തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ ആത്മാവേ. അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ ശക്തമായി അടിച്ച് കണ്ണുകൾ അടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എത്ര വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നെ എടുത്തുയർത്താൻ പറ്റും. പ്രിയമുള്ളവരെ, ഫിലിപ്പോസിനെ ആത്മാവ് തന്റെ ചിറകുകളിലെടുത്ത് പറന്നതുപോലെ പരിശുദ്ധാത്മാഭിഷേകം നിന്നെ എടുത്തുയർത്തും. ഹബക്കൂക്കിന്റെ മുടിച്ചുരലിൽ പിടിച്ച് ബാബിലോണിന്റെ അടിമത്തത്തിന്റെ കുടിയിൽ കിടക്കുന്ന ദാനിയേലിന്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് പറന്നതുപോലെ പ്രിയരെ, നിന്നെ ദൈവത്തിന്റെ ആത്മാവ് എടുക്കും. രണ്ട് കരമുയർത്തി വീണ്ടും ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കേട്ടുകളായി അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വീണ്ടും കരങ്ങളടിച്ച് ചേർന്ന് പാടുകയാണ്. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി
പരിശുദ്ധാത്മാവിനെ വിളിച്ചു വീണ്ടും ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവിടെ നിറയട്ടെ. ഓരോ ജീവിതങ്ങളിലും ആത്മാഭിഷേകം പകരട്ടെ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ആദരം തുറന്ന് ജീവനോടെ ആരാധിച്ച്, ജീവനോടെ അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ, അധികാരത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഏലിയാവ് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടപ്പോൾ, അവൻ അഗ്നിരഥങ്ങളിൽ വഹിക്കപ്പെട്ടപ്പോൾ, ഏലിയാവിൽ നിന്ന് പറന്നിറങ്ങി അഭിഷേകത്തിന്റെ പുതപ്പ് ഈ രാത്രിയിൽ നിന്റെ ജനത്തെ മൂടി മറക്കട്ടെ. അഭിഷേകത്തിന്റെ പുതപ്പിനാൽ മൂടി മറക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ഉള്ളിൽ നിറയുന്ന അഭിഷേകത്തിന് നന്ദി പറ. മഴ പോൽ ആത്മാവ് പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിന് നന്ദി പറയും. പരിശുദ്ധാത്മാവേ, ജീവിതം സമർപ്പിക്കുക. ആരാധനയുടെ മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുക.